These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajman. Al Hamour Restaurant, Al Bidia and Dibba. ഹായ് നമസ്കാരം. അവർ TV 24/7 ഇന്ന് എത്തുന്ന അതിഥി മേക്കപ്പ് മാനാണ്. മലയാള സിനിമയിൽ ഒരുപാട് മുഖങ്ങളെ മേക്കപ്പ് ചെയ്ത ഒരു വലിയൊരു മനുഷ്യനാണ്. കാട്ടാക്കടയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സജി. അപ്പം ഞാൻ സജീവിലോട്ട് തന്നെ പോവാണ്. ഏത് വർഷമാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നത്? വർഷം ഏതാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. എന്നാലും ഞാൻ സീരിയലിലാണ്, അത് 13 എപ്പിസോഡിൻ്റെ സമയം, അതായത് ദൂരദർശൻ്റെ സീരിയലിലാണ് ആദ്യമായിട്ട് അസിസ്റ്റൻ്റായിട്ട് വരുന്നത്. ഓക്കെ. അങ്ങനെ വന്നു. പ്രഭാകരൻ പൂജപ്പുര എന്ന വ്യക്തിയുടെ ഒപ്പം വന്നു. പിന്നെ സലീം കടക്കിൽ എന്ന അദ്ദേഹത്തോടൊപ്പം അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇൻഡിപെൻഡൻ്റായി മേക്കപ്പ് മാനായി. 2003 ഗൗരി ശങ്കർ എന്ന പടത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയുണ്ടായി. അത് കഴിഞ്ഞ് മായാമോഹിനി, കുറേ പടങ്ങൾ മായാമോഹിനി ചെയ്തു. താപ്പാന, കമ്മത്തിൻ്റെ കമ്പത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തു. ഇപ്പോൾ കടുവ, കാപ്പ അങ്ങനെ തുടങ്ങി. അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇതിൽ ഈ മേക്കപ്പ് മാനായിട്ട് വന്നതിൽ ഏറ്റവും ഒരു മേക്കപ്പ് മാനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആർട്ടിസ്റ്റിനെ കാണുന്നത് ഇപ്പം ആരെ കാണാമെന്നാലും അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെ. അപ്പം ഏറ്റവും എന്താണ് രസകരമായ അല്ലെങ്കിൽ ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്ന അനുഭവം ആരുമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളോടൊപ്പം നമുക്ക് വർക്ക് ചെയ്തപ്പോൾ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. ആർട്ടിസ്റ്റ് ടൊവിനോ ഒക്കെ വളരെ നല്ല സൗഹൃദമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതുപോലെ ഷാജി കൈലാസ് സാറ്, പിന്നെ ജോണി ആൻ്റണി സാറ്, പ്രത്യേകം ജോസ് തോമസ് സാറ്, അവരുടെയൊക്കെ പടങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തത്. അങ്ങനെ കുറച്ച്. ഇപ്പം എത്ര സിനിമകൾ, മലയാള സിനിമ 50ഓളം ഇൻഡിപെൻഡൻ്റായി 50ഓളം സിനിമകൾ ചെയ്തു. ചെറുതും വലുതുമായി 50ഓളം. ഇപ്പം ഏത് സിനിമയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഇവിടെ ഗൾഫിൽ? ഇപ്പോൾ ഇവിടെ നിഷാദ് സാറിൻ്റെ തന്നെ പിന്നെ അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന പടത്തിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ മാസവും ഞാനിവിടെ വേറൊരു പടമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അബുദാബി തന്നെ ഉണ്ടായിരുന്നു. അത് 14 days എന്ന പടമാണ്. കഴിഞ്ഞ മാസം തന്നെയായിരുന്നു. ഇടയ്ക്ക് വന്നു പോകാറുണ്ട്. ഞാനിവിടെ മധുര നാരങ്ങ എന്നൊരു പടം ഞാനിവിടെ ചെയ്തതാണ്. പോയൊരു പടമാണ്. അങ്ങനെ പിന്നെ എന്നാലും എൻ്റെ അളിയ കഴിഞ്ഞു അത് ചെയ്തു. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ശരിക്കും സ്ഥലം കാട്ടാക്കട. ഈ സിനിമയിലേക്ക് എത്താനുണ്ടായ അല്ലെങ്കിൽ ഈ മേക്കപ്പിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറാമാൻ ആകാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒരാളിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോവുകയും ചെയ്തു. പക്ഷെ അവിടെ നിന്ന് നേരെ മേക്കപ്പിലേക്ക് വന്നു. എനിക്ക് മേക്കപ്പിനോട് താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നു. പിന്നെ അതിൽ തന്നെ തുടർന്നു. ഇതിനിടയ്ക്ക് സിനിമയിൽ മുഖം കാണിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്തു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അതിന് വലിയ താല്പര്യം ഇല്ല. വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ, എൻ്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങളാണ്. ഓക്കെ. പിന്നെ കൂടുതൽ നല്ല നല്ല സിനിമകളിലെ ആർട്ടിസ്റ്റ് ആകാൻ, മേക്കപ്പ് മാൻ ആകാൻ, കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് അവർ TV ആശംസകളാണ്. സന്തോഷം. നമ്മളോട് ഇത്രയും നേരം ഇരുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു.